നമസ്കാരം ഗൈസ്. അങ്ങനെ ഇലക്ഷൻ കഥകൾ അവസാനിച്ചു. UDF തിരിച്ച് ഭരണത്തിലേക്ക് വന്നു. പക്ഷെ നമ്മുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ ഒരു ദൗത്യം ബാക്കിയുണ്ട്. അതായത് ഒരു പാർട്ടിയെ അവർ തോറ്റു എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട വലിയൊരു കടമ നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് കമ്മികളായിരിക്കും എന്നുള്ളതല്ലേ? പക്ഷെ അതല്ല. ഇത്തവണ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവരുടെ പരാജയം, അവരുടെ തോൽവി ഏറ്റു പറഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തോടെ നിന്നുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. വലിയൊരു അപ്രീഷിയേഷൻ ആണ് എനിക്ക് കൊടുക്കുന്നത് അവർക്ക്. കാരണം അങ്ങനെ തൻ്റെ അടുത്തോടെ പറയാനുള്ള ഒരു ധൈര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തവണ കാണിച്ചതിൽ വലിയൊരു അഭിനന്ദനങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോയിലൂടെ. കാരണം പിണറായി വിജയൻ ഒഫീഷ്യലിയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഞാൻ രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏത് പാർട്ടിയെക്കുറിച്ച്, ഏത് ടീമിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് വളരെ ഒരു സംശയം ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് ചക്കക്കൂട്ടത്തിനെയാണ്. അതായത് അഖിൽ മാരാറും ടീമും അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. അവരെ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ അഖിൽ മാരാറ് ഒരു മാധ്യമങ്ങളിൽ ഒരു ബൈറ്റ് കൊടുത്ത വീഡിയോയിൽ പറയുന്നത് വളച്ചൊടിക്കുവാണ്. അവരവരുടെ തോൽവി സമ്മതിക്കാതെ അവർ വളച്ചൊടിക്കുവാണ്. അവർ കഴിഞ്ഞ തവണത്തെക്കാളിലും പരാജയമാണ് ഇത്തവണ. പക്ഷെ അവർ വേറെ കുറെ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അഖിൽ മാരാറ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ആ വീഡിയോ ഇവിടെ വെച്ച് തരാം. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. അഖിൽ എന്ന് പറയുന്ന വ്യക്തി, ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് പലപ്പോഴും മാധ്യമങ്ങൾ എന്തേ ഇത്ര അധപ്പതിച്ചു പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. അവിടെ അഖിൽ മാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. സ്വാഭാവികമായിട്ടും NDA മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ആശയത്തിന് വലിയ സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് 3 താമര വിരിഞ്ഞതും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ 21,500 വർദ്ധിപ്പിക്കാൻ തൃക്കാക്കരയിൽ നമുക്ക് കഴിഞ്ഞതും. അതേസമയം ഇടതുപക്ഷ രാഷ്ട്രീയം 45,000 മുകളിൽ വോട്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 32,000 ഒതുങ്ങേണ്ടി വന്നു തൃക്കാക്കരയിൽ. അപ്പൊ ഇവിടെ ഒരു സുനാമി പോലെ, അത് നമ്മൾ തരംഗം എന്നല്ല ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. അത് ഉമാ തോമസിന് കൊടുത്ത കയ്യടിയോ അല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ ഭരിച്ചു മുടിച്ച ഒരു മുഖ്യമന്ത്രിയോട് ജനത്തിനും ആ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർക്കും തോന്നിയ ഒരു അതിഭീകരമായൊരു വിരോധമുണ്ട്. ആ വിരോധം ഒന്നടങ്കം കോൺഗ്രസിന് അനുകൂലമായി മാറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇപ്പം മമതാ ബാനർജി ബംഗാളിൽ പരാജയപ്പെട്ടത് കണ്ടില്ലേ? അപ്പോൾ അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ പരാജയമാണ്. ആ പരാജയത്തെ മനോഹരമായി മുതലെടുക്കാൻ UDF കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് UDF ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞാൻ ഒരു ശക്തനായ പിണറായി വിരുദ്ധനാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 2 തവണ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിലും ചില വിഷയങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലും കേസെടുത്തിട്ടുള്ള ഒരാളാണ്, കേസെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. രീതിയിൽ കാടിളക്കിയൊരു പ്രചരണം നടത്തിയ ഒരാൾ കൂടിയാണ്. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ ഒരാൾ കൂടിയാണ്. പക്ഷെ എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. അല്ല, 2020 പിഴച്ചിട്ടില്ല, നമുക്കാർക്കും പിഴച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം. നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. നോക്കൂ, എനിക്ക് ആദ്യം ഇവിടെ വേണ്ടത് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ എൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു വോട്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ. 2, അവരൊരാളോട് വോട്ട് ചോദിക്കാൻ പോകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ടീമിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി അവരെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഈ രംഗത്തേക്ക് ഇറക്കാൻ പറ്റണം. അവരെ ആത്മവിശ്വാസത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഒരു രാഷ്ട്രീയ പ്രസംഗം ആയിരുന്നില്ല പല സ്ഥലത്തും നടത്തിയത്. അയ്യോ, ഇവിടെ നമ്മൾ ജയിക്കത്തില്ല, പിന്നെ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ 21,500 വോട്ടിലേക്ക് ഒരിക്കലും നമുക്ക് എത്താൻ പറ്റില്ല. ഇവിടെ നമ്മുടെ വോട്ട് ഷെയർ ആദ്യം വർദ്ധിപ്പിക്കണം. വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച ബേസ് ഇപ്പോൾ ചാത്തന്നൂർ ശ്രദ്ധിക്കൂ, അവിടെ 32,000 വോട്ട് ആദ്യം വന്നു, പിന്നീട് 42,000 വോട്ട് വന്നു, ഇപ്പോൾ അവിടെ ജയിച്ചു. അങ്ങനെ ഓരോ മണ്ഡലത്തിലും നമ്മൾ ഗ്രാജുവലിയാണ് ചിലപ്പോൾ നമുക്ക് വളരാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം ഞാൻ നടത്തിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ 20 ദിവസം കൊണ്ട് ഈ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച വിഡ്ഢിയൊന്നുമല്ല ഞാൻ.